ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് OTTയിൽ റിലീസാവുന്നതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് സംശയം എന്ന മലയാളം മൂവിയാണ്. ഉള്ളിൽ തോന്നിയ സംശയത്തിന് ഉത്തരം തേടി സാധാരണക്കാരെ ഇറങ്ങിത്തിരിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് നവാഗതനായ രാജേഷ് രവി സംവിധാനം ചെയ്ത സംശയം എന്ന ചിത്രം സംസാരിക്കുന്നത്. ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട്, ലിജോ മോൾ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അണിയിച്ചൊരുക്കിയ ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകുന്നു. ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ജൂലൈ മാസം 24 ഇത് റിലീസ് ചെയ്യും. അടുത്തത് റോന്ത് എന്ന മൂവിയാണ്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാഹി കബീർ രചനയും സംവിധാനം നിർവഹിച്ച റോന്ത് തിയേറ്ററിൽ നിന്നും മികച്ച പ്രതികരണമാണ് നേടിയത്. 2 പോലീസുകാരുടെ ഒരു വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള യാത്രയാണ് റോന്ത് പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് റോന്ത് OTTയിലെത്തുന്നത്. ചിത്രം ജൂലൈ 22 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് തങ്കമണി എന്ന മലയാളം മൂവിയാണ്. 1986 ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ദിലീപ്, മനോജ് കെ ജയൻ, മേജർ രവി, നീത പിള്ള എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് തങ്കമണി. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം തന്നെ ഇത് റിലീസിനെത്തും. അടുത്തത് ഗെറ്റ് സെറ്റ് ബേബി എന്ന മൂവിയാണ്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ, ചെമ്പൻ വിനോദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടുകയും ചെയ്തു. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന മൂവിയാണ്. സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മജു രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് പെരുമാനി. ഇത് ഒരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് ഇത് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത് ഒരു കോമഡി മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതുവരെ ഇതിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. അടുത്തന്നെ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഫുട്ടേജ്. മഞ്ജു വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഫുട്ടേജ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഫുട്ടേജ് അടുത്ത ആഴ്ചയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.